അത് പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട് സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്ന യാത്രയിൽ പടവുകൾ കയറി വന്നതിൻ്റെ ഒരു ദശകം. ആ ദശകത്തിൽ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചെയ്തു കൂട്ടാൻ കഴിഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ പരിണിത ഫലങ്ങൾ 2024 മോദി 3.0 വന്നതിന് ശേഷം അടുത്ത 5 വർഷം കൊണ്ട് എത്രമാത്രം നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കും എന്നതിൻ്റെ ഒരു സത്യരേഖ രൂപപ്പെടുത്തിയെടുത്തതാണ് ഇവിടെ വിവിധങ്ങളായ പ്രസൻറ്റേഷനുകളിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. ഞാനിത് തുടങ്ങുന്നതിന് ഒരു PPT പ്രസൻറ്റേഷൻ ഉണ്ട്. അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യം കേരളത്തിലെയും തൃശ്ശൂരിലെയും ജനതയോട് വീണ്ടും നന്ദി അറിയിക്കുകയാണ്. കാരണം ഇതെൻ്റെ ജീവിതത്തിലെ പുതിയ ഒരു ജേണിയാണ്, ഒരു പുതിയ യാത്രയാണ്. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്താണ് ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലി. കഴിഞ്ഞ വർഷം ജൂൺ മാസം 9-ാം തീയതി വൈകുന്നേരം സത്യപ്രതിജ്ഞ ചെയ്ത് 10-ാം തീയതിയാണ് ഞാൻ എൻ്റെ 2 മിനിസ്ട്രിയിലെയും 3 ഓഫീസുകളിലും ഞാൻ ഓഫീസ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ വലിയൊരു സിനിമാ നടനെ സംബന്ധിച്ച് സൊസൈറ്റിയുമായിട്ട് അതിനു മുമ്പ് തന്നെ സോഷ്യൽ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് ദൃഢമായ ബന്ധം ഉറപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അന്ന് മനസ്സിലാക്കിയതായ ലോലതലത്തിലായാലും ശരി തന്നെ ആഴത്തിലുള്ളതായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള ഒരു ഒഫീഷ്യൽ കപ്പാസിറ്റി എനിക്ക് 2016 രാജ്യസഭയിൽ അംഗമായ കാലം തൊട്ട് ലഭിച്ചു തുടങ്ങിയതാണ്. പക്ഷേ കാര്യപ്രസക്തമായ ഇടപെടൽ ഒരു പവർ ഹൗസിൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ കഴിയുന്നതിൻ്റെ ഉത്തരവാദിത്വം പേറി ഇത് സത്യത്തിൽ ഇന്ന് എൻ്റെ ആദ്യത്തെ ഒഫീഷ്യൽ പ്രസ് കോൺഫറൻസാണ്. അതിൻ്റെ ഒരു ബാലാരിഷ്ടതകൾ ഉണ്ടാവും എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇത് ഓരോന്നായി ചെയ്ത് വരുമ്പോൾ തന്നെയാണ് തീർച്ചയായിട്ടും ഇതിലും പ്രാവീണ്യം നേടാൻ കഴിയുക. എന്നെ ഏൽപ്പിച്ച ജോലികളെല്ലാം ഭംഗിയായി ചെയ്യാൻ ശ്രമിച്ചു. അത് ഭംഗിയോടടുത്ത് ചെയ്ത് തീർക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് എന്നെ വിലയിരുത്തുന്ന സംഘങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനീയനായ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദരദാസ് മോദി അദ്ദേഹത്തിൻ്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. In the last 10 years, people have seen solutions, not slogans. The heights to which India will reach in the next decade will be unprecedented, unimaginable. This decade will be an important decade to fulfill the dreams of Viksit Bharat. വികസിത ഭാരതത്തിലേക്കുള്ള യാത്ര മധ്യേ മാത്രമാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അതിൽ ജനകീയ പങ്കാളിത്തം ജനങ്ങൾക്ക് ഉപയോഗപ്രദമായത് മാത്രമല്ല, അവരുടെ പങ്കാളിത്തത്തോടെ അവരുടെയും ശക്തമായ പരിശ്രമത്തിലൂടെ എത്രമാത്രം മുന്നേറാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് കാർഡാണ് ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ പ്രസൻറ്റേഷൻ, അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ ഫോക്കസ് ഞാൻ ക്ഷണിക്കുകയാണ്.